ബോധാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ വെള്ളി പൊട്ടിയിരുന്നേയുള്ളൂ. അന്തേവാസിയായ സോമിനിയുടെ കാവിക്കച്ചയും ചുറ്റിയാണ് ഇറങ്ങിയത്. ചെറുപ്പത്തിൽ വായിച്ചു പതിഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൽ നിന്നും കടമെടുത്തതാണ് ഈ വരികൾ. അന്ന് തുടങ്ങിയതാണ് തസ്രാക്ക് എന്ന ഈ ഗ്രാമത്തെ കാണണമെന്ന്. പോകാം ആ ഗ്രാമത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കൂമൻകാവിലാണ്. ഇവിടെ OV വിജയൻ സ്മാരക സമിതിയുടെ ഒരു വലിയ കവാടമുണ്ട്. അതിനടുത്തായി ഒരു അത്താണിയും. അത്താണിയിൽ വഴിയമ്പലം എന്ന ബോർഡ് തൂക്കിയിരിക്കുന്നു. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ 1-ാം അധ്യായം വഴിയമ്പലം എന്നാണല്ലോ. വഴിയമ്പലത്തിന്റെ ഉള്ളിൽ ഒരു വിശ്രമ കേന്ദ്രമാണ്. OV വിജയൻ സ്മാരക ട്രസ്റ്റിന്റെ ബോർഡും കാണാം. അരികിലായി മലമ്പുഴ ഡാമിൽ നിന്നും വരുന്ന കനാലും കനാലിലൂടെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. റോഡിന്റെ വലതുഭാഗത്തായി ഒരു ആൽമരവും അതിനെ ചുറ്റി വളഞ്ഞ് ഇരിപ്പിടങ്ങളുമുണ്ട്. സഞ്ചാരികൾക്ക് ഇവിടെ വിശ്രമിക്കാം. കാട്ടുകൈതപ്പൂവിന്റെ സുഗന്ധം ആസ്വദിക്കാം. ആൽമരത്തിന്റെ ഇലകൾ പാറിക്കളിക്കുന്നു. അവ നമ്മെ തസ്രാക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോകുന്ന വഴിയിൽ മാവുകൾ പൂത്തിലഞ്ഞ് കണ്ണിമാങ്ങകൾ ശിരസ് നമിക്കുന്നു. കരിമ്പനകൾ വരവേൽക്കുന്നു. കന്നിമണ്ണിൽ നെൽച്ചെടികൾ കിളിർക്കാനൊരുങ്ങുന്നു. അവയെ നനയ്ക്കാനായി മലമ്പുഴയിലെ ജലം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നാടാണ് തസ്രാക്ക്. നമ്മളിതാ സ്മാരക ഗേറ്റിന് മുന്നിലാണ്. ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറന്നു. കഥയിൽ ദേവാരത്ത് ശിവരാമൻ നായരുടെ ഞാറ്റുപുര ഇതാണ്. യഥാർത്ഥത്തിൽ ഇത് രാഘവൻ നായരുടെ കളപ്പുരയായിരുന്നു. 1956 OV വിജയൻ സാർ തന്റെ സഹോദരിക്കൊപ്പം 20 ദിവസം ഇവിടെ താമസിച്ചു. മുറ്റത്ത് ചെമ്പകച്ചോട്ടിൽ അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ട്. ചെമ്പകം പൂത്തുലഞ്ഞ് അദ്ദേഹത്തിന് സുഗന്ധം പരത്തുന്നു. മറ്റു പല കഥാപാത്രങ്ങളുടെയും പ്രതിമകൾ മതിലുകളിൽ കാണാം. 1911 ഈ സ്മാരകം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഒരു നടുമുറിയും സൈഡുകളിൽ ചായ്പുമാണ്. 3 സൈഡിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഗാലറിയും കാർട്ടൂൺ ഗാലറിയുമായി നിറഞ്ഞിരിക്കുന്നു. മുൻഭാഗം സഞ്ചാരികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. മുന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ 2 ഫോട്ടോകൾ വളരെ മനോഹരമാണ്. ഇതാണ് ഫോട്ടോകളുടെ ഗാലറി. ജനന മരണങ്ങൾക്കിടയിലെ നൈമിഷിക നിമിഷങ്ങളിൽ കൃഷ്ണയും ലൈംഗികതയും മരണവും കെട്ടിപ്പിടഞ്ഞ് നിസീമമായ ബന്ധനങ്ങളിൽ ശ്വാസം മുട്ടുന്ന മനുഷ്യജന്മത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം തീർച്ചയായും എല്ലാവരും വായിക്കണം. ഉത്തരവും കഴിക്കോലും പട്ടികയും ഓടും മേഞ്ഞ പഴയ സിസ്റ്റത്തിലാണ് ഈ കളപ്പുര നിർമ്മിച്ചിരിക്കുന്നത്. വ്യാകുലതകൾ വെള്ളമഴയിൽ ഒഴുകിപ്പോകും. അടുത്ത ഭാഗത്ത് ആർട്ട് ഗാലറിയാണ്. ഒരു കലാകാരന്റെ അഗാധമായ ഗർഭത്തിൽ പിറവിയെടുത്ത ക്യാൻവാസിനെ ഖസാക്ക് എന്ന ഗ്രാമത്തിലേക്ക് ആവാഹിച്ച് സ്ഥലവും നാമവും രൂപവും നൽകി പ്രസവിച്ചപ്പോൾ ഇവിടുത്തെ ആളുകൾ പറയുന്നു, ഇത് ഖസാക്കല്ല, ഇത് തസ്രാക്കാണ്. ഞങ്ങളാണ് അതിലെ കഥാപാത്രങ്ങൾ. ഇതാണ് ഒരു സൃഷ്ടിയുടെ വിജയം. മലയാള സാഹിത്യത്തിലെ എന്നത്തെയും സൂപ്പർ ഹിറ്റായി ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ മാറാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇതിനു മുകളിലാണ് ആർട്ട് ഗാലറി. ഇവിടെ ഒരു ഭക്ഷണശാലയുമുണ്ട്.
1930 മുതൽ 2005 വരെ 75 കൊല്ലമാണ് വിജയ് സാർ ജീവിച്ചിരുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ കൃതികളും ലഭിച്ച പുരസ്കാരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആർട്ട് ഗാലറിയിൽ പ്രവേശിക്കുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ഓരോ ഏടും വരികളും മുന്നിൽ തെളിഞ്ഞു വരും. ഖസാക്കിലെ കഥാപാത്രങ്ങളുടെ ഛായാചിത്രങ്ങൾ നിരവധിയാണ്. അദ്ദേഹത്തിന്റെ 2 ഫോട്ടോകൾ വലതുഭാഗത്ത് ഗാലറിയിൽ കാണാം. ഇത് ഫോട്ടോ ഗാലറിയാണ്. പുസ്തക ഗാലറിയിൽ നിന്നും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയും. MS-ന്റെ ഖസാക്കിന്റെ ഇതിഹാസം ചിത്രീകരണം എന്ന ഗാലറിയിൽ രവി, നൈസാമലി, അള്ളാപ്പിച്ച മുല്ലാക്ക, മൈമുന, അപ്പുക്കിളി, ശിവരാമൻ നായർ, പത്മജ, അങ്ങനെ മനസ്സിലെ ചായക്കൂട്ടിൽ നിന്നും കഥാപാത്രങ്ങൾ ജീവനോടെ ഉയർത്തുന്നു. ഖസാക്കിലെ സംഭവം നമ്മുടെ ഉള്ളിൽ അലയടിച്ചു. കാലിൽ തറച്ച കാരമുള്ളിനെ അവഗണിച്ചുകൊണ്ട് പ്രേമത്തിന്റെ ചെമ്പിച്ച് സാന്ദ്രമായ ഇരുട്ടിൽ മൈമുന നൈസാമലിയുടെ മാറിൽ അമർന്ന് പുളകിതയായി. എന്നിട്ടും അവരുടെ സ്വപ്നങ്ങൾ തല്ലി തകർത്തുകൊണ്ട് വിധി മുങ്ങാങ്കോഴി എന്ന ശുക്ര റാവുത്തർ അവളെ നിക്കാഹ് ചെയ്തു. സ്വപ്നങ്ങളുടെ ചില്ലുകൊട്ടാരം തകർന്നടിയുമ്പോൾ ആധുനിക യുഗത്തിലും നൈസാമലിമാർ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ മരണം കാലത്തിന്റെ കനിവാണ്. അത് തീരുമാനിക്കുന്നത് നൈസാമലി അല്ലല്ലോ. പത്മജയും രവിയും മലമ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ ഒരുമിക്കുന്ന രംഗം. പാമ്പിൻ കുഞ്ഞിന്റെ വായിലേക്ക് കാൽ വയ്ക്കുന്ന രവിയുടെ ചിത്രം. അദ്ദേഹത്തിന്റെ ലെറ്റർ ഗാലറികൾ, കാർട്ടൂൺ ഗാലറികൾ, ഫോട്ടോ ഗാലറികൾ, അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മത്തിലെ ജീവചരിത്രപരമായ രേഖകൾ ഇവിടെ സൂക്ഷിക്കുന്നു. ധാരാളം ചിത്രങ്ങളുടെയും ധാരാളം ആർട്ടിന്റെയും ഗാലറിയുടെയും അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ പകർത്താൻ കഴിയില്ല. ഇതൊരു വലിയ ഹാളാണ്. ഇതിന്റെ ഉൾഭാഗം വളരെ ഭംഗിയിലും വൃത്തിയിലും സൂക്ഷിച്ചിരിക്കുന്നു. ആർട്ട് ഗാലറിയുടെ പുറകുവശത്ത് 4 മണ്ഡപങ്ങളിലായി അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകളുടെ ഛായാചിത്രങ്ങൾ. ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായത്രി, ഖസാക്കിന്റെ ഇതിഹാസം എന്നിവയാണ് അവ. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും ഈ ഗാർഡനിൽ ഉണ്ട്.
മൈമൂന അറബിക്കുളത്തിലേക്ക് നടന്ന വഴിയിതാണ്. ഇതിന്റെ ഒരു സൈഡിൽ വീടുകളാണ്. OV വിജയൻ സ്മാരക സമിതി വഴിയുടെ ഇരു സൈഡിലും മരങ്ങൾ നട്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഇതാണ് അറബിക്കുളം. മൈമൂന കുളിക്കാൻ ഇറങ്ങുമ്പോഴും വായിൽ കട്ട പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ആ മതില് കഴിഞ്ഞാൽ അതാണ് നോവലിലെ രാജാവിന്റെ പള്ളി. തസ്രാക്കിലെത്തിയാൽ ഞാറ്റുപുരയും അറബിക്കുളവും രാജാവിന്റെ പള്ളിയും നേരിൽ കാണാം. കലാകാരൻ മനസ്സിന്റെ ക്യാൻവാസിൽ ചാലിച്ചെടുത്ത ചിത്രങ്ങളാണ് ഇദലിമലയും കഥാപാത്രം. എന്നാൽ ഇവിടെ ജീവിച്ചവരുടെ ജീവിതമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് തസ്രാക്കുകാർ വിശ്വസിക്കുന്നു. ഖസാക്കിലെ രാജാവിന്റെ പള്ളിയിലിരുന്ന് അള്ളാപ്പിച്ച മൊല്ലാക്ക കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് തസ്രാക്കിലെ പള്ളിയുടെ മുൻഭാഗം. ആ മതിലിനപ്പുറം അറബിക്കുളം. രവി മടങ്ങിപ്പോകാനായി വന്ന കൂമൻകാവിൽ ഇന്ന് കാറ്റാടി പഞ്ചായത്തിന്റെ വെയിറ്റിംഗ് ഷെഡും കാവലായി 2 മരങ്ങളും. ഇവിടെയാണ് രവി പാമ്പിൻ കുഞ്ഞിന്റെ വായിലേക്ക് കാല് നീട്ടിവെച്ച് കടി ഏറ്റുവാങ്ങി ബസ് വരാനായി കാത്തുകിടന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.